എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസമായാലും വീഡിയോസ് ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് പിന്നെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ ഇടാത്തത്, വീഡിയോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്. ഒരുപാട് സന്തോഷം കേട്ടോ, നമ്മളെ കാണാത്തതിന് നമ്മളെ തിരക്കുന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അല്ലറ ചില്ലറൊക്കെ തിരക്കുകളും ഒക്കെ ആയിരുന്നു. പിന്നെ അമ്മച്ചിക്ക് ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. അമ്മയ്ക്കും പറഞ്ഞല്ലോ മെഡിസിൻ എടുക്കുന്നുണ്ട്, ആ ഇൻഫെക്ഷൻ മാറിയിട്ടില്ല. അപ്പോൾ അമ്മേനെ ഇവിടെ ഡോക്ടറും ഇല്ല, ഡോക്ടർ ലീവിൽ പോയേക്കുക. അപ്പോൾ അമ്മേനെ ലൂർദിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച പോകാനായിട്ടേ ഇരിക്കുന്നത്, അപ്പോഴത്തേക്ക് മെഡിസിനൊക്കെ തീരും. പിന്നെ ഇപ്പം ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എവിടെ പോകാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയാണ്? ഹായ്. അപ്പോൾ അമ്മ ബാങ്കിൽ പോവാണ് കേട്ടോ. അപ്പം ഞാനും ആദ്യം നമ്മുടെ ആദ്യ കൊച്ചും ലിതി അമ്മയും കൂടെ കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ആദ്വികയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് നിങ്ങളെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം 2.5 മാസത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. തിങ്കളാഴ്ച ഇവർ തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചക്ഷനൊക്കെ ഇവിടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും 3 മാസം കഴിയും തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും. കഴിഞ്ഞ ആഴ്ച എടുക്കേണ്ടതായിരുന്നു. അതെ, അതിപ്പോഴേ ഞാനത് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കരച്ചിട്ട് വരുന്നുണ്ട്, ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എടുക്കേണ്ടായിരുന്നു ഇഞ്ചക്ഷൻ. പക്ഷെ ആ കൊച്ചിന് ചെറിയ ഒരു കുറുകലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം പോയി ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. എന്തോ വേണ്ട, പാസ്ബുക്ക് മാത്രം മതി. അപ്പൊ ഞങ്ങള് പോകാനായിരിക്കും. വാ സമയമില്ല. ആദു പെണ്ണെ, ആദുവേ ഇൻഡക്ഷൻ എടുക്കാൻ പോവാണോ വെച്ച്? ആദുമണിയേ പോയിട്ട് വരാട്ടാ. അതപ്പോ ചിരിക്കുകയൊക്കെ ചെയ്യാ. ഞാൻ റീൽസ് ഇട്ടില്ലായിരുന്നു, അവള് വിളിച്ചാ ചിരിക്കും, ഒരു നല്ല ചിരിയൊക്കെ ചിരിക്കും കേട്ടോ. ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ മനസ്സിലാക്കേണ്ട പ്രായമാണ്. കുഞ്ഞാണ്ടിയുടെ പൊന്നെ വലുതാണ് ഈ ഫോണും കൊണ്ട് പൊന്നെ നിക്കുന്നത്. എഴുപേണ്ട ഒന്ന് ചിരിച്ചേരി ഒന്ന് കാണട്ടേടി എല്ലാരും. അതേ പൊന്നെ പൊന്നെ. ഈ പെണ്ണിന് എപ്പ വളയിട്ട് കൊടുത്താലും പെണ്ണതൊക്കെ ചാടിച്ചു കളയും കേട്ടോ. ഇച്ചിരി വലിയ വള ഇവിടെ കടകളിൽ മീഡിയ ഇനി അവിടെ ചെന്നിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ. അവളിവിടെ ഏത് കടയിൽ കയറിയാലും അവൾക്ക് പറ്റിയ വള മാത്രം കിട്ടിയില്ല. പിന്നാണ് പോവാ ടാറ്റ പോവാ നമുക്ക്. പൊന്നെ ഒന്ന് ചിരിച്ചേടി. വാ അപ്പൊ നമ്മളിറങ്ങി. കൊട പിടിച്ചു വിടറാതി. ഞാൻ പിടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം വരാൻ വേണ്ടി ഒരുങ്ങി നിന്നിട്ട് എന്നാടാ സംഭവിച്ചേ? ഞങ്ങള് ഓട്ടോക്ക് ഒരുക്കുന്നു അവനോട്. അത് തന്നെ. ഉറങ്ങിയ ആദ്യ ഞങ്ങൾ നടന്ന് എത്താറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് എന്തായിരുന്നു പ്ലാൻ ചെയ്തേ? ശരിക്കും പറഞ്ഞാൽ നമ്മള് കുരുവിള സിറ്റി. അതെ, വണ്ടി വിളിച്ച വണ്ടിക്കാരനല്ല, പനിപേട്ട എങ്ങോട്ടോ പോയിക്കോ. പിന്നെ വിളിച്ചവരാരും ഫോണും എടുത്തില്ല. എന്തായാലും ഞാൻ എൻ്റെ ഉടലിൽ എന്തായാലും എനിക്കൊരു സ്കൂട്ടി എടുക്കണം. എൻ്റെ ഒരു ആഗ്രഹം. വേറെ ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ നീ വന്നു കഴിഞ്ഞാലേ ദൈവം സഹായിച്ച അതൊക്കെ എടുക്കാൻ പറ്റട്ടെ അല്ലേ? അല്ലെ ഭയങ്കര പാടാന്നേ നമുക്ക്. ഈ വണ്ടി വിളിച്ചിട്ട് വണ്ടി വന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ. നമ്മളമ്മയാണേലും പ്രായമായിട്ടിരിക്കുകയല്ലേ, നമ്മളാണേലും ഓരോ ദിവസം തീരുന്നോറും ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എടുക്കണം. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അങ്ങനത്തെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ചീട്ടെടുത്തിട്ട് നമ്മൾ നേരെ മേളിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കണം. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1.5 മാസത്തെ ഇഞ്ചക്ഷനാണ് എടുത്തത്. ഇതിപ്പോൾ 2.5 മാസത്തെയാണ്. ഞാൻ വീഡിയോയിൽ കുറേ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല. വേറൊന്നുമല്ല, എൻ്റെ ചെരുപ്പിന് ഭയങ്കര കടകടാന്ന് സൗണ്ടാണ് കേട്ടോ. അപ്പം കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചെരുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മാറ്റിയായിരുന്നു. പിന്നെ ആവശ്യം പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാനുള്ള നല്ലൊരു ചെരുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇവർ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത് കൊച്ചിനെ ഡോക്ടറെ കാണിക്കാനാണ് കേട്ടോ.
ഞാനും വെറുതെ അവരുടെ കൂടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒക്കെ ക്ലിയർ കേട്ടോ. ഇവിടെ നില്ല, നമ്മളെ കേട്ടില്ലടാ. വിശക്കുന്നുണ്ട് കേട്ടോ. താഴെ പോയിരിക്കുമ്പോഴേ താഴെ അവിടെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് റൂം ഉണ്ട്, അവിടെ പോയി പാല് കൊടുത്തു. ആ സമയം കാലിങ്ങനെ അനക്കിയൊക്കെ കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ ഇലാസ്റ്റിക് നോക്കിയിട്ട് വേണം കേട്ടോ. അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് കേട്ടോ. ചെറുതായിട്ട് നാൾ കരഞ്ഞിട്ടുണ്ടായുള്ളൂ. പിന്നെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സിസ്റ്റേഴ്സാണ്. ഭയങ്കര സ്നേഹത്തോടെ ആണ് നമ്മുടെ അടുത്താണെങ്കിലും പെരുമാറുന്നതൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതേ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ പോവാണ് കേട്ടോ. താഴെ പോയിരിക്കാം, ഫീഡ് ചെയ്യണ്ടേ. ആദി ഇത് പിടിച്ചോടാ മോനെ. അപ്പം ആദ്യത്തേക്ക് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. ചെറിയൊരു കരച്ചിൽ ബസ്സാക്കി. അപ്പം നല്ല ഡോസുള്ള, അതായത് ഭയങ്കര പനിക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പനിച്ചായിരുന്നു. എന്താന്നിട്ട് ഇരിക്കണം, അരമണിക്കൂർ ഇരിക്കണം കേട്ടോ. അപ്പം ആദിക്കിതേ എന്നതാടാ പരിപാടി? ഗെയിം തെറാപ്പി PC. അവിടെ ഉവാവ് മാറാനാണല്ലോ ഇഞ്ചക്ഷൻ എടുത്തത്. ആവേ ഉവാവ് മാറാണല്ലോ ഇഞ്ചക്ഷൻ എടുത്തത്. ഉവാവ് വരാതിരിക്കണം, ഉവാവ് മാറാൻ ഇനി ഉവാവ് ഉണ്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ. പോളിയോ ഉണ്ടായിരുന്നല്ലോ, പോളിയോ. വാവേ വാവേ എന്താണ് ചാക്കരി പനിച്ചു പോണം. പനിക്കട്ടെ. അയ്യോ മരുന്നെടുത്തില്ലല്ലോടാ. ഇട്ടോ പോക്കറ്റിലിട്ടോ. ഫീഡ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാം കേട്ടോ. മരുന്ന് കൊടുത്തിട്ട് പോവാം. കൊടുക്കാടി 2 മിനിറ്റ്. അത് എന്നാലേ ആൽവിനി എന്താണോ ചക്കരക്കുട്ടിയാണോ? വേനെടുത്തു, ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേനെടുത്തോ കൊച്ചിന്? അയ്യോ എന്താപ്പി, എന്താണോ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേനെടുത്തോ? മാവയ്ക്ക് വേനെടുത്തോ കൊച്ചിന്? വേനെടുത്തോ? പോളിയോ തന്നു. അപ്പോൾ ഞാനേ അവരെ ആശുപത്രി ഇരുത്തിയിട്ട് രാജുമാർ വരെ പോകണം കേട്ടോ. ഇസാഫിൽ പോവാണേ. അപ്പോൾ ബസ് 11:20. 11 കാലമായിട്ടുണ്ട്. അപ്പോൾ വേഗം പോവാട്ടോ. അപ്പോൾ അവർക്ക് അരമണിക്കൂർ അവിടെ ഇരിക്കേണ്ടത്. അതുകൊണ്ട് അവരിരിക്കുക. ഫീഡിൽ പോകുന്നതുകൊണ്ട് കിതയ്ക്കുന്നു. അയ്യോ. അപ്പോൾ പോവാം. അങ്ങനെ ഞാൻ ഇസാഫിൽ വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ചതേ വീട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ദേമാത ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ രാജകുമാരിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. നമ്മുടെ കുഞ്ഞാവേനെയും കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയല്ലോ. കുറച്ച് ചെറുതായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മെഡിസിനൊക്കെ തന്നാ വിട്ടത്. അതെ, അതൊക്കെ കൊടുത്ത് ആളെ ഉറക്കമായി. ചെറിയ ചിത്താമ്പൊക്കെ ഉണ്ട്, എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 3 കുത്തിവെപ്പായിരുന്നു. അല്ല 3 കുത്തിവെപ്പ്. ഇപ്രാവശ്യം ആ മരുന്നും കൊടുത്തു. പിന്നെ പോളിയോ എടുത്തു ഇഞ്ചക്ഷൻ. അങ്ങനെ 2 കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഈ സൗണ്ട് ചീവീടിന്റെ ഭയങ്കര സൗണ്ട് ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ശല്യമായിട്ട് വന്നേക്കോട്ടോ. ചീവീട് എപ്പം നോക്കിയാലും ചീവീടിന്റെ സൗണ്ടും ഇതുമൊക്കെയാ. അത് കേട്ട് ഞങ്ങൾക്ക് ചെവിയൊക്കെ അങ്ങ് തളമിച്ചു. ചിലപ്പോൾ ചില സമയത്തൊക്കെ ചെവിയുടെ അറ്റത്ത് വന്നിരുന്നതായിരിക്കും പോകുന്നത്. ഈ സാധനത്തിന്റെ എല്ലാം കരയുന്നുണ്ട്. അതെ, എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീവീട് കരഞ്ഞ് തന്നെ ചത്തു. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഒരു ചീവീടുണ്ടാവും. അങ്ങനെയാണ്ടോ. അപ്പോൾ ഭയങ്കര ഇതാണ്. ചിലവർക്ക് പക്ഷേ ഇത് ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ഈ ചീവീടുകളുടെ ഈ കാടുള്ളവരടുത്താണ് കൂടുതൽ ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ട്, കിളികളുടെയും ചീവീടിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നത്.
നമ്മൾ കേട്ട് 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 മടുത്തിരിക്കുന്നത് നമുക്ക് സൗണ്ട് ഭയങ്കര സൗണ്ട്. ചില സമയത്ത് ആലോചിച്ചത് നമ്മൾ ഈ ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രാത്രി ആകുമ്പോൾ അത്ര പ്രശ്നമില്ല, ഈ ഒരു വൈകുന്നേര സമയത്താണ് കൂടുതലും അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ രാജമരി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ കപ്പയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കപ്പ എന്തോ തോന്നുന്നു. അപ്പം ലിതിമൂള് അമ്മയും കൂടെ പോയിട്ട് കപ്പയൊക്കെ വാങ്ങി വെച്ചേക്കുമായിരുന്നു. ഇനി അതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ വേറെ വിശേഷങ്ങൾ ഞങ്ങൾ അടുത്ത ആഴ്ച പോകും. 1-ാം തീയതി സ്കൂൾ തുറക്കുമല്ലോ. അവിടെ ചെന്നിട്ട് യൂണിഫോം കിട്ടി, ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി. അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഇനി പൊതിയണം. ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട്, ബാഗും കുടയൊക്കെ വാങ്ങി. ഇനി വാങ്ങാനൊന്നുമില്ല. പിന്നെ ബോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചാൽ മതി. ബോക്സ് വാങ്ങിച്ചാൽ മതി. ബാക്കി ഞങ്ങളെ എറണാകുളത്ത് പോയി നിൽക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ വീടൊന്നും കിട്ടാത്തതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ അമ്മച്ചിക്ക് ഇങ്ങനെ മെഡിസിൻ എടുക്കണം. അപ്പോൾ അത് ഇൻഫെക്ഷൻ വന്നുകൊണ്ട് ഇത്ര ദിവസത്തേക്ക് മെഡിസിൻ എടുക്കാൻ പറഞ്ഞുകൊണ്ട് മെഡിസിൻ എടുക്കുമായിരുന്നു. മെഡിസിൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല, ഡോക്ടർ ലീവിൽ പോയേക്കാം. പിന്നെ നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചപ്പോ ലൂർദിൽ കാണിക്കാന്നല്ലേ. ഒരു ഡോക്ടർ അല്ല, അതൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് തൈറോയിഡിന്റെ. ഞങ്ങൾ വിളിച്ച് തിരക്കി. അപ്പൊ അവിടെ കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മരുന്ന് കഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് മരുന്ന് കഴിച്ചാൽ മാറാവുന്ന രീതിയിൽ ആ ഒരു ഇതാണ് അവര് ചെയ്തു തരും. അപ്പൊ അതൊന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സർജറി ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും അടുത്ത ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം. പിന്നെ എനിക്കും അങ്ങനെ ഹെൽത്ത് നോക്കി എല്ലാത്തോണ്ട് കുറേ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ജോലി തിരക്കും അതും ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ റീൽസ് ഇടാൻ പറയുന്നുണ്ടായിരുന്നു. റീൽസ് ഇടാനുള്ള കുഞ്ഞാച്ചി പറയും വാവേ നമുക്ക്. ഞാൻ എപ്പോഴും പറയും വാവേ നമുക്ക് റീൽസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ എടുക്കുന്നത്. ശരിക്കും എഡിറ്റ് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ വേറെ ഒന്നുമല്ല, പഠിക്കാനുള്ള ഒരു സമയവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് താല്പര്യം എടുത്ത് നമ്മൾ ചെയ്യണമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റീൽസ് ഒക്കെ ചെയ്യാൻ. പക്ഷെ അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല കേട്ടോ. അഭിനയിക്കാനിട്ടും അറിയാൻ പാടില്ല. എനിക്കിങ്ങനെ പാട്ട് അഭിനയിക്കാൻ എനിക്കൊരു മൂഡ് വരണം കേട്ടോ. അവർക്ക് അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്കിങ്ങനെ അഭിനയിക്കാൻ ഞാൻ കുറേ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവില്ല. അപ്പൊ അത് അഭിനയിക്കാൻ അറിയത്തില്ലാത്തോണ്ടായിരിക്കും അങ്ങനെ. അങ്ങനെയൊന്നുമില്ല, നമ്മളങ്ങനെ അഭിനയം ആരും അഭിനയിക്കാൻ പഠിച്ചിട്ടല്ലല്ലോ. ഞാനത് ചെയ്യാത്തത് കൊണ്ടായിരിക്കുവേ. ഇങ്ങനെ ഡാൻസ് കളിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ നല്ല പരിചയം ഉണ്ട് അവർക്ക്. ഇതൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ വാവയ്ക്ക് അറിയാം. എനിക്കിതൊക്കെ പഠിക്കണമെന്നുണ്ട്. ബിസിനസിന്റെ കാര്യം പറഞ്ഞത് എന്തായാലും വാവ് പോയിട്ട് വന്നിട്ട് ഞാൻ പോകുന്ന എവിടെയാന്ന് പറഞ്ഞിട്ട് പറയാം. അതന്നെ ഞങ്ങൾ ലിജിമോളുടെ അടുത്ത് പോവാണ്. ചേട്ടായിക്ക് കാര്യം അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരത്തുള്ളൂ. എന്താണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളത്ത് തന്നെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു റൂം എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഷോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു കോൺട്രിബ്യൂഷൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലിജിമേൽ അതുകൊണ്ട് ഇച്ചിരി സമയം നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഒത്തിരി വലിയ കാര്യമൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം, എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹമൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ലിജിമോളുടെ അടുത്ത് ഞങ്ങൾ ലിജിമോളെ ഇവരെ 3 പേരെയും കൊണ്ടുപോയി വിട്ടിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ദിവസം നമ്മൾ ലിജിമോളുടെ അടുത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ലിജിമോൾക്ക് പാരൽ ബാറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ചേട്ടായി കൊണ്ട് തന്നെ ഇപ്പോൾ ചേട്ടായിയുടെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചേട്ടായിനെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സപ്പോർട്ടായിട്ട് നമ്മൾ ഉണ്ടാവണം. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചത് ചെയ്യണ്ടേ അല്ലേ. വേണം. അപ്പോൾ അതുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ വീട്ടിലിരുന്നുള്ള വർക്ക് ആയതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമല്ല ഈ വരവും പോക്കൊക്കെ. പിന്നെ ഈ ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പം അത് ആണ് കാര്യം. പിന്നെ വേറെ ഒന്നുമില്ല. നമ്മൾ ഇനിയിപ്പം എന്താ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ചിക്കനും കറി ചിക്കനും ഒന്നും കഴിക്കട്ടെ. ഞങ്ങൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിക്കൻ മേടിക്കും. പക്ഷെ കപ്പയൊന്നും അങ്ങനെ അധികം മേടിച്ച് കഴിക്കാറില്ല. നമ്മൾ മാത്രം കഴിക്കും, മറ്റുള്ളവർ കഴിക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് കപ്പയൊന്നും മേടിക്കില്ല അവിടെ. ഞാൻ നോൺ വെജ് കഴിക്കൽ നിർത്തി കുറേ. അതെ, എനിക്കും ഞാൻ മേടിച്ച് എനിക്കും പറഞ്ഞല്ലോ
മെഡിസിനൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഇനിയിപ്പോൾ അങ്ങനെ നോൺ വെജ് കഴിക്കലില്ല. ഫിഷ് കഴിക്കും കേട്ടോ, ഫിഷും എഗ്ഗും ഒക്കെ കഴിക്കും. ഈ എഗ്ഗ് എന്ന് പറഞ്ഞ സാധനം നോൺ വെജ് ആണോ വെജ് ആണോ എന്ന് അറിയില്ല. ചിലർ പറയും നോൺ വെജ് ആണ്, ചിലർ പറയും വെജ് ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വെജ് ആണോ നോൺ വെജ് ആണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷം അടിപൊളിയൊരു വിശേഷമാണ്. അത് ഞാൻ നാളെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പോൾ കപ്പ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് എന്തായാലും എൻഡ് ചെയ്യാമല്ലോ വീഡിയോ. ഓക്കെ ഓക്കെ. അതെ, ഒരാള് കപ്പയും ചിക്കനും കഴിക്കാണ് കേട്ടോ. ഇന്നലെ രാത്രി കഴിക്കുകയൊക്കെ ചെയ്തു. ഞാൻ വീഡിയോ എടുക്കുന്നവരും മറന്നുപോയി. അപ്പൊ ലാസ്റ്റ് രാവിലെ കടുവൊക്കെ പൊട്ടിച്ച് എണ്ണ കറിവേപ്പിലൊക്കെ ഇട്ട് കടുവൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഈ വീഡിയോയ്ക്ക് ഷെയ്ക്കൊക്കെ ഉണ്ടാവും, കാരണം ഒരാൾ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, നല്ല ചിക്കൻ കറിയും നല്ല കപ്പയും അടിപൊളി കഴിച്ച്. ആഹാ, ഇന്നലത്തെ കപ്പ നല്ല കപ്പയായിരുന്നു കേട്ടോ. നല്ല പുട്ട് പോലെ ഇരിക്കുന്ന കപ്പ, നന്നായിട്ട് വെന്തു. അതെ. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്, ഞാനും അമ്മയും കൂടെ. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത് കേട്ടോ. ഇതൊരും പോകാത്തൊരു സ്ഥലമാണ്. അതെ, ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒരു സ്ഥലം. അതെ, ജീവിതത്തിൽ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഇത്രയാക്കി തീർത്ത ഒരു സ്ഥലമാണ്. അത് കണ്ടു തന്നെ അറിയാം എവിടെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കഴിച്ച കപ്പയും ഇതൊക്കെ ഉണ്ടാക്കി ഇന്നലെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നതേ ലിതിമോള് ലാസ്റ്റത്തെ ഇച്ചിരി കപ്പ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെല്ലാവർക്കും